ഹലോ ഗൈസ്, ഇന്ന് എൻ്റെ അച്ഛൻ്റെ ചരമദിനമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് രാവിലെ തന്നെ ഭയങ്കര മഴയായിരുന്നു. കാറിലാണ് പോയത്, ഞങ്ങളുടെ കാറിൽ തന്നെയാണ് പോയത്. ഭയങ്കര മഴയായിരുന്നു. പിന്നെ മിക്കവാറും അവിടെ വെള്ളം നിറഞ്ഞിരിക്കുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചത്. എന്തായാലും പോയി നോക്കാം, പറ്റുകയാണെങ്കിൽ ചെയ്യാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോയത്. പക്ഷേ നമുക്ക് ചെയ്യാൻ അവിടെ ഒരു ഹോളുണ്ട്, ആ ഹോളിലാണ് ഇപ്പം ഞങ്ങൾ ചെയ്യണത്. അവിടെയൊന്നും വെള്ളം കയറിയിട്ടില്ല. ഇന്നലെ അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് അവിടുത്തെ വെള്ളമൊക്കെ പോയി ഭാഗ്യത്തിന്. അപ്പോൾ ഞങ്ങളത് ഈ ഹോളിലാണ് ചെയ്യണത്. കണ്ടു, ഇതാണ് അമ്പലം. എല്ലാ വർഷവും ഫുള്ളായിട്ട് മൂടും. 2018 പ്രളയം വന്നപ്പോൾ അമ്പലമേ കാണാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു അന്നത്തെ. ഇന്നിപ്പോൾ ഇനിയിപ്പോൾ കർക്കിടകത്തിൽ എങ്ങനെയാണെന്നൊന്നും അറിയാൻ പറ്റില്ല. അമ്പലം ഫുള്ള് മൂടും. അപ്പോൾ അവിടെയാണ് ശിവൻ ആറാട്ട് നടന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാവരും മുങ്ങി വെള്ളത്തിൽ മുങ്ങും. ഇതാണ് നമ്മുടെ അമ്പലം കേട്ടോ. അത് ശിവരാത്രി മണപ്പുറത്ത് ശിവരാത്രിയൊക്കെ വരുമ്പോൾ ഇവിടെ കെട്ടി ഉണ്ടാക്കുക, താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ട് കെട്ടി ഉണ്ടാക്കിയിട്ട് അത് കഴിയുമ്പോൾ ഒരു മാസത്തോളം ഉണ്ടാവും. പിന്നെ വ്യവസായം, പിന്നെ നമ്മുടെ എക്സിബിഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു മാസം കഴിഞ്ഞാൽ അതൊക്കെ എടുത്ത് മാറ്റും. ഇതിപ്പോൾ നമ്മൾ അമ്പലത്തിലാണ്. അമ്പലത്തിലേക്ക് അടുത്തേക്ക് പോകാൻ പറ്റില്ല, കാരണം അവിടെയൊക്കെ വെള്ളമാണ്. നമ്മുടെ അര വരെ വെള്ളമുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് തൊഴാനേ പറ്റുള്ളൂ നമുക്ക്. ഇപ്പോൾ ഞങ്ങൾ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ആലുവയിലെ പെരിയാർ നദിയാണ്. അവിടെയാണ് നമ്മളിത് എല്ലാ കൊല്ലം ചെയ്യാറുള്ളത്. അച്ഛൻ മരിച്ചപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ വർഷങ്ങളായി. ഒരു 10 വർഷത്തിലും കൂടുതലായി അച്ഛൻ മരിച്ചിട്ട്. അപ്പോൾ എല്ലാ വർഷവും ഇവിടെ വന്നിട്ടാണ് മിക്കവാറും ചെയ്യാറുള്ളത്. ഒരു വർഷം മാത്രം ചെയ്യാൻ പറ്റിയില്ല, കാരണം ആ ടൈമിലാണല്ലോ എല്ലാ കൊല്ലവും ജൂണിലാണല്ലോ ഡേറ്റ് വരുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെയും മഴയുടെയൊക്കെ സമയം തന്നെയാണ്. എന്നാലും ആളുകൾക്ക് കുറവൊന്നുമില്ല. ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട് ചെയ്യാനൊക്കെ, കർമ്മം ചെയ്യാനായിട്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, കർമ്മികളുണ്ട്, പരികർമ്മികളുണ്ട്. അപ്പോൾ ഞങ്ങളും അതേമാതിരി അച്ഛൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച് വിലയിട്ടു. ഇത് വേറെ ആൾക്കാരൊക്കെ ഇരിക്കണേ, ഞാൻ എടുത്തില്ല കേട്ടോ, എനിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ വീട്ടിലെത്തിയിട്ട് ഞങ്ങളൊരു ചെറിയൊരു സദ്യ ഉണ്ടാക്കി. എൻ്റെ സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അവർ കുന്നംകുളം തൃശ്ശൂർ ഭാഗത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബ്രദറും ഉണ്ട് എനിക്ക്. ഞങ്ങൾ 3 സിസ്റ്റേഴ്സും പിന്നെ ഒരു ബ്രദറാണ്. ബ്രദർ ഇനി വരാൻ പറ്റിയില്ല, അതുകൊണ്ട് വന്നില്ല. അപ്പോൾ ഞങ്ങളൊരു ചെറിയ സദ്യയൊക്കെ അവിടെ വീട്ടിലൊരുക്കി കഴിച്ചിട്ട് അവർ തിരിച്ചു പോയി. ഇപ്പോൾ ഓരോ സദ്യയും കാണിക്കാനൊന്നും പറ്റിയില്ല എനിക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നില്ലേ. വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങളിതെല്ലാം ചെയ്തത്. അവിടുന്ന് കർമ്മം, പിന്നെ ഹോട്ടലിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് വന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇത് പായസം കേട്ടോ, സേമിയ പായസം.